ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി വന്നതെങ്ങനെയാണ്, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അതിലുള്ള കമ്മിറ്റികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. ഇന്നത്തെ എപ്പിസോഡ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ആ ഓരോ പോർഷൻസും ക്ലിയർ ആക്കി അതിൽ നിന്ന് ചോദിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ എപ്പിസോഡിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇതോടുകൂടി ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നു. അതിനുശേഷം നമ്മൾ ഭരണഘടനയിലേക്ക് കടക്കാൻ പോവുകയാണ് മറ്റൊരു എപ്പിസോഡിൽ. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തൊന്ന് കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക. നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 തയ്യാറാക്കിയത് ആര്? എൻ ഗോപാലസ്വാമി അയ്യങ്കാറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 തയ്യാറാക്കിയത്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അംഗീകരിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് നീക്കം ഏതാണ്? അത് ഓഗസ്റ്റ് ഓഫറാണ്. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വേണമെന്ന ആവശ്യത്തെ ബ്രിട്ടൻ അംഗീകരിച്ച ആദ്യത്തെ ഒരു നീക്കം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഓഫറാണ്. അതിന് തീരുമാനമായതെല്ലാം ക്യാബിനറ്റ് മിഷനിലൂടെയാണ്, പക്ഷേ ജസ്റ്റ് ഒരു അംഗീകാരം കൊടുത്തത് ഓഗസ്റ്റ് ഓഫറിലൂടെയാണ്. പാകിസ്ഥാൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരാണ്? മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ലക്ഷ്യപ്രമേയം അംഗീകരിച്ച തീയതി ഏതാണ്? അത് 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3ാം സെക്ഷൻ ആരംഭിച്ചത് 1947 ഏപ്രിൽ 28 എന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3ാം സെക്ഷൻ ആരംഭിച്ചത് 1947 ഏപ്രിൽ മാസം 28 നമ്മൾക്ക് ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 തയ്യാറാക്കിയത് എൻ ഗോപാലസ്വാമി അയ്യങ്കാറാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി വേണം എന്ന ആശയം അംഗീകരിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് നീക്കമാണ് ഓഗസ്റ്റ് ഓഫർ. പാകിസ്ഥാൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് മുഹമ്മദ് അലി ജിന്ന. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3ാമത്തെ സെക്ഷൻ ആരംഭിച്ചത് 1947 ഏപ്രിൽ 28 ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? നമ്മൾ പ്രസിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഉപാധ്യക്ഷന്മാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിരുന്നത് HVR അയ്യങ്കാറാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 30 രൂപീകരിച്ച എന്നല്ല, ആദ്യ യോഗം ചേർന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായിട്ട് സമ്മേളിച്ചതെന്ന് ചോദിച്ചാൽ 1947 നവംബർ 17 ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1947 നവംബർ 4 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഒരു കരട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് സമർപ്പിച്ചതെന്നാണെന്ന് ചോദിച്ചാൽ അത് 1948 ഫെബ്രുവരി 21 അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിരുന്നത് HVR അയ്യങ്കാറാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 30 ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായിട്ട് സമ്മേളിച്ചതെന്ന് ചോദിച്ചാൽ 1947 നവംബർ 17 ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1947 നവംബർ 4 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഒരു കരട് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് സമർപ്പിച്ചത് 1948 ഫെബ്രുവരി 21
ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ കരട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൈമാറിയത് 1949 നവംബർ 25-നാണ്. VT കൃഷ്ണമാചാരിയെ കൂടി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിട്ട് നിയമിച്ചത് 1948 ജൂലൈ 16-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പിട്ട തീയതി, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പിട്ടത് 1950 ജനുവരി 24-നാണ്. അതേ ദിവസം തന്നെയാണ് 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ യോഗം ചേർന്നതും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26-ാം തീയതിയാണ്. 1948 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇനിഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് BN റാവു ആണ്. നമുക്ക് ഈ ചോദ്യങ്ങളൊന്നും കൂടി നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ കരട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൈമാറിയത് 1949 നവംബർ 25-നാണ്. VT കൃഷ്ണമാചാരിയെ കൂടി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷനായിട്ട് നിയമിച്ചത് 1948 ജൂലൈ 16-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പിട്ടത് 1950 ജനുവരി 24-നാണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന യോഗം ചേർന്നതും 1950 ജനുവരി 24-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1948 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇനിഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് BN റാവു ആണ്. ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് നന്ദലാൽ ബോസ് ആണ്. ആരാണ്? നന്ദലാൽ ബോസാണ് ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതി തയ്യാറാക്കിയ കാലിഗ്രാഫറാണ് വസന്ത് കൃഷ്ൺ വൈദ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതി തയ്യാറാക്കിയ കാലിഗ്രാഫറാണ് വസന്ത് കൃഷ്ൺ വൈദ്യ. ഇന്ത്യയുടെ അധികാര കൈമാറ്റം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ 5ാമത്തെ സമ്മേളനത്തിലാണ്. എന്താണ്? ഇന്ത്യയുടെ അധികാര കൈമാറ്റം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ 5ാമത്തെ സമ്മേളനത്തിലാണ്. ഇന്ത്യയുടെ ഒറിജിനൽ ഭരണഘടന ഇറ്റാലിക്സ് ശൈലിയിൽ എഴുതി തയ്യാറാക്കിയത് പ്രേംബിഹാരി നരേൻ റൈസാദയാണ്. ആരാണ്? പ്രേംബിഹാരി നരേൻ റൈസാദയാണ് ഇന്ത്യയുടെ ഒറിജിനൽ ഭരണഘടന ഇറ്റാലിക്സ് ശൈലിയിൽ എഴുതി തയ്യാറാക്കിയത്. ഏത് രാജ്യത്തെ പാർലമെൻ്ററി രീതി പ്രകാരമാണ് ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ചിൻ്റെ പാർലമെൻ്ററി രീതി അനുസരിച്ചാണ്. ഫ്രഞ്ചിൻ്റെ പാർലമെൻ്ററി രീതി പ്രകാരമാണ് ഏറ്റവും പ്രായം കൂടിയ അംഗമായിട്ടുള്ള സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചതാര് എന്ന് ചോദിച്ചാൽ അതാരാണ്? MR ജയകർ ആണ് ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചത്. നമുക്ക് ഈ ചോദ്യങ്ങളും കൂടി ഒന്നുകൂടി നോക്കാം. ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ൺ വൈദ്യയാണ്. ഇന്ത്യയുടെ അധികാര കൈമാറ്റം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ 5ാമത്തെ സമ്മേളനത്തിലാണ്. ഇന്ത്യയുടെ ഒറിജിനൽ ഭരണഘടന ഇറ്റാലിക്സ് ശൈലിയിൽ എഴുതി തയ്യാറാക്കിയത് പ്രേംബിഹാരി നരേൻ റൈസാദയാണ്. ഏത് രാജ്യത്തെ പാർലമെൻ്ററി രീതി പ്രകാരമാണ് ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് പാർലമെൻ്ററി രീതി പ്രകാരമാണ്. ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചത് MR ജയകർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചതിൽ ആദ്യത്തേത് ആരുടെ ഒപ്പാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഒപ്പാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഒപ്പുകളിൽ ആദ്യത്തേത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ഒപ്പുകളിൽ ആദ്യത്തേത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഒപ്പാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ ഡോക്ടർ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ 3 വാക്കുകളെയാണ്. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ ഡോക്ടർ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ 3 വാക്കുകളെയാണ്.
ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്ട്രക്ചറൽ പാർട്ട് ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഏത് ബ്രിട്ടീഷ് നിയമസംഹിതയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്ട്രക്ചറൽ പാർട്ട് ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ അതിൻ്റെ 11 സെക്ഷനുകളിലായിട്ട് എത്ര ദിവസമാണ് സമ്മേളിച്ചതെന്ന് ചോദിച്ചാൽ 165 ദിവസമാണ് സമ്മേളിച്ചത്. നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ഒപ്പുകളിൽ ആദ്യത്തേത് ആരുടെ ഒപ്പാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഒപ്പാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ ഡോക്ടർ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്ട്രക്ചറൽ പാർട്ട് ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമസംഹിതയാണെന്ന് ചോദിച്ചാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ 11 സെക്ഷനുകളിലായിട്ട് എത്ര ദിവസമാണ് സമ്മേളിച്ചതെന്ന് ചോദിച്ചാൽ 165 ദിവസമാണ് സമ്മേളിച്ചത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. റിപ്പീറ്റ് ചെയ്ത് ഈ ചോദ്യങ്ങൾ കേട്ട് പഠിക്കുക. ഇത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പഠിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായ കാര്യങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.